നോക്കൂ അജിംസെ, കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളെക്കുറിച്ച് കോൺഗ്രസ് ഒരു തരത്തിലും ഒന്നും ചിന്തിക്കില്ല. അത് ആ വ്യക്തിയും നിയമവും തമ്മിലുള്ള പോരാട്ടമായിട്ടങ്ങ് മാറും. അദ്ദേഹം പാലക്കാട് MLA ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുബന്ധം വെച്ചുകൊണ്ട് പാലക്കാട്ട് അദ്ദേഹം നാളെ പോകുമ്പോൾ എന്താണെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. കോൺഗ്രസിൻ്റെ മുമ്പ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അക്കാലത്ത് KPCC എടുത്ത നിലപാടുകൾ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം എവിടെ പോകുന്നെന്നോ കോടതിയിൽ എന്തു പറയുന്നെന്നോ കോടതി എന്ത് നടപടി എടുക്കുന്നെന്നോ ഒന്നും കോൺഗ്രസ്സിന് ഒരു വിധത്തിലുള്ള ബാധ്യതയില്ലെന്ന് നേതാക്കൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സുതാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഞാനിവിടെ പറഞ്ഞത് അശ്ലീല കേസെന്നല്ല. ആദ്യം മനസ്സിലാക്കുക, അശ്ലീലം രാഷ്ട്രീയ ആയുധമാക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കേസിനെ ഞാൻ അവമതിക്കാറില്ല. അശ്ലീല കേസ് എന്നല്ല ഞാൻ പറഞ്ഞത്, അശ്ലീലത്തെ ആയുധമാക്കുന്ന. അതിന് നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരായ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ CPM എടുക്കുന്ന നിലപാടുകൾ, അത് ഞാൻ വ്യക്തമാക്കിയതാണ്. അത് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഞാനൊരു പക്ഷമുള്ള പത്രപ്രവർത്തകനാണെന്ന് ഈ നാട്ടിൽ ചർച്ച കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് പാതി പക്ഷമില്ല. നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുളിക വിഴുങ്ങുകയാണെങ്കിൽ ആ ഗുളിക പൂർണ്ണമായിട്ടും വിഴുങ്ങണം. അല്ലാണ്ട് പാതി വിഴുങ്ങിയാൽ ചിലപ്പോൾ അത് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. നേരെ മറിച്ച് മുഴുവനായി വിഴുങ്ങിയാൽ അതൊരു കുഴപ്പമില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അശ്ലീല കേസെന്നല്ല, അശ്ലീലത്തെ ആയുധമാക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വിഷയം, ഇന്നത്തെ തിരുവനന്തപുരത്തെ ആ സെഷൻസ് കോടതിയുടെ വിധി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും. അത് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ അതിനെ ഞാൻ വിമർശിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ചർച്ചകളൊന്നും അങ്ങനെ പേര് പറഞ്ഞ ആരുടെയും പറയാറില്ല. CPMൻ്റെ മുൻ MLA ആയ CPMൻ്റെ സാംസ്കാരിക മുഖമായ ഒരു പ്രമുഖനെതിരെ ഒരു യുവതി, ഒരു ചലച്ചിത്ര പ്രവർത്തക നൽകിയ പരാതിയിൽ അതിൻ്റെ കേസ് എടുക്കാൻ എടുത്ത കാലതാമസവും KPCC പ്രസിഡന്റ് ആ പരാതി അയച്ചു കൊടുത്ത അതിവേഗതയും അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കോടതിയുടെ ഒരു ഉത്തരവ്, വിധിയല്ലല്ലോ, അന്തിമ ഉത്തരവല്ല, വിധിയല്ലല്ലോ, ഒരു ഉത്തരവ് വന്നപ്പോൾ ആ നിമിഷം കോൺഗ്രസിൽ നിന്ന് 1 മിനിറ്റ് കൊണ്ട് ഒരു വരിയിൽ കോൺഗ്രസിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് അന്നത്തെ ചർച്ച മുഴുവൻ കോൺഗ്രസിൻ്റെ ആക്ഷനെക്കുറിച്ച് ആക്കി മാറ്റിയത് KPCC ആണ്. ഇതൊക്കെ നമ്മൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇന്നത്തെ CPMൻ്റെ മുഖപത്രത്തിലെ മുഖപ്രസംഗം അജിംസ് വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, വായിച്ച് കാണണം. UDFൻ്റെ സ്ത്രീ വിരുദ്ധത എന്നാണ് ആ മുഖപ്രസംഗം. ഇന്നത്തെ UDFൻ്റെ സ്ത്രീ വിരുദ്ധത. അപ്പോൾ ഇന്നലെ എടുത്ത കേസിൽ പെട്ട CPMൻ്റെ മുൻ MLA അത് സ്ത്രീ അനുകൂലമാണോ? ഇത് CPMകാർ പോലും ചോദിക്കും. ഞാനതാ പറഞ്ഞത്, നിലപാടില്ല. എന്തുകൊണ്ടാണ് നിലപാടില്ലാത്തതെന്ന് വെച്ചാൽ അത്യാർത്ഥിയാണ്. അധികാരം കിട്ടണം, പഞ്ചായത്ത് പിടിക്കണം, മുനിസിപ്പാലിറ്റി പിടിക്കണം, തുടർഭരണം വരണം എന്നുള്ള ആർത്തിയാണ്. അതുകൊണ്ടാണ് ഈ നുണ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 ആയുധം CPM എപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ പറയാറുണ്ട്. ഒരിക്കലും ഞാൻ മാറ്റി പറയില്ല. ഒന്ന് നുണയൊരു രാഷ്ട്രീയമായുധം, ഞാൻ ഉദാഹരണം പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി. 2 അശ്ലീലം എന്ന രാഷ്ട്രീയായുധം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വിശദമാക്കി കഴിഞ്ഞു. 3 പരിഹാസം, അതൊരായുധമാണ്. പ്രതിപക്ഷ നേതാവ് എന്ത് പറഞ്ഞാലും പരിഹസിക്കുക, അസംബ്ലിയിൽ പറഞ്ഞാൽ പരിഹസിക്കുക, എല്ലാവരെയും പരിഹസിക്കുക. ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഒരു ജനങ്ങൾക്കിടയിലെ എന്തെങ്കിലും ഒരു അജണ്ട സ്ഥാപിച്ചെടുക്കാമെന്ന് CPM കരുതരുത്. നോക്കൂ, 6 ജില്ലകളിൽ ആരോപണ വിധേയനെതിരെ പോലീസിന് പരാതി ഫോർവേഡ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു നിലപാട് പ്രഖ്യാപിച്ചു. അതാണ് തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് അല്പം മുമ്പ് ശ്രീകുമാർ പറഞ്ഞു. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അജണ്ട ആവേണ്ടത് എന്തായിരുന്നു? ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. നിങ്ങൾ അതായിരുന്നു ഉന്നയിച്ചുകൊണ്ടുവന്നത്. അത് അട്ടിമറിക്കപ്പെട്ടു. ഈ നിമിഷം വരെ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട. അത് സെറ്റ് ചെയ്ത് തരാൻ CPM ആണ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് CPMന് അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് അജണ്ട, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCC കൊടുത്ത പരാതി അജണ്ടയാക്കിയെന്നല്ല ഞാൻ പറഞ്ഞത്. നിലപാട്, KPCCയുടെ നിലപാടുണ്ടായിരുന്നു. സസ്പെൻഷൻ, ഡിസ്മിസൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റൽ, അവസാനം തനിക്ക് കിട്ടിയൊരു പരാതി അതേപോലെ മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്യുക, വെച്ച് താമസിപ്പിക്കാതെ. 1 മണിക്ക് കിട്ടി, 2 മണിക്കോ 3 മണിക്കോ പരാതി. അത് നിലപാടാണ് ഞാൻ പറഞ്ഞത്. ശബരിമല വിഷയത്തിൽ CPM എടുത്ത നിലപാടെന്താ? ജയിലിൽ കിടക്കുന്ന ആൾ പാർട്ടി കുറ്റാരോപിതനാണെന്ന് പറഞ്ഞു. കൊല്ലം MLA പാർട്ടി മെമ്പറല്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞ ചില നിലപാടുകളുണ്ട്. ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഈ കടന്നൽ കൂട്ടം എന്നൊക്കെ പറയുന്ന പുതിയത്. MV ജയരാജൻ എന്താ പറഞ്ഞത്? MV ജയരാജൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ബന്ധമില്ല, കാരണം അവർക്ക് തിരിച്ചടിയായി. G സുധാകരൻ എന്താ പറഞ്ഞത്?
വളരെ മോശമായ പദപ്രയോഗത്തിൽ അദ്ദേഹം അവരെ തള്ളിപ്പറഞ്ഞില്ലേ? ജി സുധാകരൻ, 2 CPM നേതാക്കളും തള്ളിപ്പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇപ്പം നോക്കൂ, CPMൻ്റെ ചില ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM ചില സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഇവിടെ ആക്ഷേപമായിട്ട് വന്നില്ലേ? അപ്പോൾ അതൊക്കെ ആ നിലപാട് അവർക്കാവാം. പക്ഷേ കോൺഗ്രസ് ഒന്നും ചെയ്യാൻ പാടില്ല. കോൺഗ്രസ് ചെയ്യുന്ന എല്ലാം തെറ്റ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലോ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവരംഗീകരിക്കണ്ട. രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസ് ചെയ്താലും നിങ്ങളാ കൊണ്ടു നടക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞോ. അത് ഞാൻ പറഞ്ഞ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ മുഖ്യമന്ത്രി പ്രസ് ക്ലബ്ബുകളിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ പ്രസ് ക്ലബ്ബുകളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ, പ്രസ് ക്ലബ്ബുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാണ്ട് പത്രലേഖകർ അങ്ങോട്ട് അന്വേഷിക്കുമ്പം രൂക്ഷമായി നോക്കി മാറി നിൽക്കെന്ന് പറയുക, കടക്ക് പുറത്തെന്ന് പറയുക. അപ്പോൾ കടക്ക് പുറത്ത് എന്ന് എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞെന്താ, എല്ലാ ക്ഷണിക്കുന്നിടത്തേ എത്താവുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ മാത്രമേ ചെല്ലാവൂ. സെക്രട്ടേറിയറ്റിൽ പോയിട്ട് അവിടുത്തെ അഴിമതിയും മറ്റു കാര്യങ്ങളും കെടുകാര്യസ്ഥതയും അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നല്ലേ അജിംസേദിൻ്റെ അർത്ഥം?